യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മളുടെ ഈ അറിവുകളൊക്കെ തന്നെ മിക്കവാറും എല്ലാ അറിവുകളും അധ്വാനവുമായി ബന്ധപ്പെട്ടില്ല, തൊഴിലുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ വികസിപ്പിക്കുന്ന അറിവാണ്. പക്ഷെ അതുമാത്രമാണോ അറിവ്? അതുമാത്രമാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവില്ല, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവില്ല, സാമൂഹികമായി നന്മയെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന വ്യവസ്ഥ ഉണ്ടാവുകയില്ല, സ്ത്രീകൾക്കും പുരുഷനും സമൂഹത്തിൽ തുല്യമായി ഇടപെടാനുള്ള സന്ദർഭം ഉണ്ടാവുകയില്ല, ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഈ പറയുന്ന പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ പല രീതിയിൽ വ്യത്യസ്തമായി ജനിച്ചു വീഴുന്ന കുട്ടികളെക്കുറിച്ചുള്ള അതൊക്കെ പഴയ കാലത്തുള്ള സങ്കല്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ വികലമായ സങ്കല്പമാണ്. പഴയകാലം വലിയ ഗംഭീരമായിരുന്നു എന്ന് വളരെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഈ കുട്ടികളെ മുറിക്കകത്ത് കൊട്ടിയടച്ച് വീട്ടിൽ കല്യാണവും മരണവും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡായ മനുഷ്യരെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലിംഗപരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ലിംഗപരമായിട്ടുള്ള മനുഷ്യർ ജനിച്ചു വീഴുന്നത് ഒരു കുറ്റമല്ല, ഒരു പാവമല്ല. ഇപ്പോൾ അരുന്ധതി റോയിയുടെ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവലിൽ അഞ്ജും എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ അവർ ട്രാൻസ്ജെൻഡറായി ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സവിശേഷതയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അപരവൽക്കരിക്കപ്പെടുന്നത്, എവിടേക്കാണ് പോകുന്നത്? ഗുജറാത്ത് കലാപത്തിൽ ആ കുട്ടി രക്ഷപ്പെടുന്നത്, ആ വ്യക്തി രക്ഷപ്പെടുന്നത്, അവർക്ക് ഭാഗ്യവശാൽ അവർക്കൊരു അന്ധവിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡറായ ആളുകളെ കൊല്ലുന്നതും തല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ പാവമാണ്. അപ്പോൾ അവിടുത്തെ പെട്ടെന്ന് അവർ കണ്ടിട്ടുള്ള ആൾക്കൂട്ടത്തിന് മുമ്പിൽ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്.